നമസ്കാരം, ഞാൻ മാളവിക എം ദേവി. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 17ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 311 പോയിന്റോടെ കേരളം ചാമ്പ്യന്മാർ. തായ്വാൻ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 16 മെഡലുകളുമായി ഇന്ത്യ ഒന്നാമത്. മലയാളി താരങ്ങൾക്ക് 3 മെഡലുകൾ. ഹോങ്കോങ് ബൗഹീനിയ കപ്പിൽ ഇന്ത്യൻ വനിതകൾക്ക് വെള്ളി മെഡൽ. ടീമിൽ 2 മലയാളികൾ. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് നടന്ന 17ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളം ഓവറോൾ ചാമ്പ്യന്മാരായി. കളരിപ്പയറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ 311 പോയിന്റുമായി കേരളം ഒന്നാമതെത്തി. 166 പോയിന്റുമായി മധ്യപ്രദേശ് 2ാം സ്ഥാനത്തും 87 പോയിന്റുമായി അസം, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ ടീമുകൾ 3ാം സ്ഥാനത്തും എത്തി. തിരുവനന്തപുരം സായി LNCPയിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി അശ്വിനി A ഹൈകിക്ക് സീനിയർ വിഭാഗത്തിൽ സ്വർണം നേടി. അതേ ഇനത്തിൽ അയന KK വെള്ളിയും നേടി. കെട്ടുകയറിപ്പയറ്റിൽ ജൂനിയർ വിഭാഗത്തിൽ അനന്യ ശ്രീലക്ഷ്മി സഖ്യവും സീനിയർ വിഭാഗത്തിൽ കീർത്തന കൃഷ്ണ, അനശ്വര മുരളീധരൻ സഖ്യവും സ്വർണം നേടി. തായ്പേയിൽ നടന്ന തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി ഇന്ത്യ. 12 സ്വർണവും 3 വെള്ളിയും ഉൾപ്പെടെ 16 മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിന് പിന്നിലായി ഓസ്ട്രേലിയയും ദക്ഷിണ കൊറിയയും 2ഉം 3ഉം സ്ഥാനമുറപ്പിച്ചു. തായ്വാൻ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 മെഡൽ നേടി മലയാളി താരങ്ങളും തങ്ങളുടെ പ്രകടനം കൊണ്ട് ശ്രദ്ധേയരായി. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ 16.21 മീറ്റർ ചാടി അബ്ദുള്ള അബൂബക്കർ സ്വർണം നേടി. 3 മിനിറ്റ് 5.58 സെക്കൻഡിൽ ചാമ്പ്യൻഷിപ്പ് റെക്കോർഡോടെ സ്വർണം നേടിയ 4x400 മീറ്റർ ഇന്ത്യൻ പുരുഷ റിലേ ടീം അംഗമായിരുന്നു മറ്റൊരു മലയാളി താരമായ മനു TS. വനിതകളുടെ ലോങ് ജമ്പിൽ 6.39 മീറ്റർ ചാടി ആൻസി സോജനും വെങ്കലം നേടി. മനുവും ആൻസിയും ഇന്ത്യക്കായി വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും മെഡൽ നേടിയിരുന്നു. 2025 ഹോങ്കോങ് ബൗഹീനിയ കപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം. രാജ്യത്തിന് വെള്ളി മെഡൽ. ശ്രദ്ധേയമായ ഈ നേട്ടം കൈവരിക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള 2 പ്രതിഭാധനരായ താരങ്ങൾ നിർണായക പങ്കുവഹിച്ചു. മലയാളികളായ അമൃത P പ്രസാദും ആഷ്ന മറിയ ജോസും അടങ്ങിയ ഇന്ത്യൻ വനിതാ നെറ്റ്ബോൾ ടീമാണ് ചരിത്ര നേട്ടം കൈവരിച്ചത്. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ചൈനീസ് തായ്പേയിനെ 57-29 പരാജയപ്പെടുത്തി. സെമിയിൽ മാലദ്വീപിനെ 73-26 എന്ന സ്കോറിന് തോൽപ്പിച്ച ഇന്ത്യക്ക് ഫൈനലിൽ ആതിഥേയരായ ഹോങ്കോങ്ങിനോട് അടിയറവ് പറയേണ്ടി വന്നു. ഇന്ത്യൻ നെറ്റ്ബോളിന്റെ വളർച്ചയുടെ തെളിവാണ് പരമ്പരയിലെ വെള്ളി മെഡൽ വിജയം. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. സ്പെയിനിനെ തോൽപ്പിച്ച് പോർച്ചുഗലിന് നേഷൻസ് ലീഗ് കിരീടം. കളി 2-2 അവസാനിച്ചപ്പോൾ നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-3 ക്രിസ്ത്യാനോയും കൂട്ടരും വിജയിച്ചു. സബ് ജൂനിയർ പെൺകുട്ടികളുടെ 10ാമത് കേരള ഹോക്കി സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ജൂൺ 13 മുതൽ 16 വരെ കാസർഗോഡ് രാജപുരം ഹോളി ഫാമിലി സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷം ഗംഭീരമാക്കാൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ ഒളിമ്പിക് ഡേ റൺ ജൂൺ 23 വൈകുന്നേരം 4 മണിക്ക്. കൂട്ടയോട്ടം മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാനിക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പുരുഷ വനിതാ സംസ്ഥാന ജൂനിയർ റഗ്ബി ചാമ്പ്യൻഷിപ്പ് ജൂൺ 21-22 തീയതികളിൽ ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. 2 ദിവസത്തെ പരിപാടിയിൽ സംസ്ഥാനത്തുടനീളമുള്ള യുവ റഗ്ബി താരങ്ങൾ പങ്കെടുക്കും. പോയ വാരത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുത്തൻ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.